ശരി, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തുടരുക ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോസ് കെ മാണി വിഭാഗം മുന്നണിയിൽ ശബ്ദിക്കാൻ കഴിയാതെ, അഭിപ്രായം പുറത്തു പറയാൻ കഴിയാതെ നിൽക്കുന്നു. പല വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ചാഴിക്കാടിന്റെ വിഷയം, ഒപ്പം തന്നെ അതിന് പിന്നാലെ ഇപ്പോൾ ഈ ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശം, അതിലൊന്നും അഭിപ്രായമോ നിലപാടോ പോലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിമർശനമാണ്. മുന്നണിക്ക് അടിപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിമർശനം തികച്ചും തെറ്റാണ്. കേരള കോൺഗ്രസ് അഭിപ്രായം പറയേണ്ട വേദികളിൽ അഭിപ്രായം പറയുന്നുണ്ട്, ഭരണത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വസ്തുത. ഇപ്പോ ഈ സജി ചെറിയാന്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയും അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് സുവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാന്റെ പരാമർശങ്ങൾ തികച്ചും അനവസരത്തിലുള്ളതും ആവശ്യമില്ലാത്തതുമാണ് എന്നും അത് ഗവൺമെന്റിന്റെ മുന്നണിയുടെ നിലപാടല്ല എന്നും കേരള കോൺഗ്രസ് അത് ഒരു നിലയിലും അംഗീകരിക്കുന്നില്ല എന്നും പാർട്ടി വ്യക്തമാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ആ നിലപാട് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആ നിലപാട് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ആ വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തു. പിന്നെ അത് വീണ്ടും വിവാദമാക്കുന്നതും കേരള കോൺഗ്രസിനെതിരെ തിരിച്ചുവിടുകയും ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയരഹിതമായ ഒരു സമീപനം എന്നതിനപ്പുറം അതിന് യാതൊരു കഴമ്പും കാര്യവുമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. മുന്നണി യോഗത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നതാണോ താങ്കൾ പറയുന്നത്? മുന്നണി യോഗങ്ങൾ മാത്രമല്ല, പൊതുവേദികളിലും പറയേണ്ടതിനകത്ത് മുന്നണി മര്യാദയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പറയേണ്ടത് പറയുന്നത്. ഇക്കാര്യത്തിൽ സജി ചെറിയാൻ പുറപ്പെടുവിച്ച പ്രസ്താവന, ഈ സജി ചെറിയാന്റെ വിഷയത്തിലാണെങ്കിൽ ജോസ് കെ മാണി അത് പാർട്ടി നിലപാടല്ല എന്ന ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടല്ല എന്നും പാർട്ടിക്കും മുന്നണിക്കും സഭാ നേതൃത്വത്തോട് ആദരവാണുള്ളതെന്നും ഈ പരാമർശം തെറ്റാണ് എന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. അതിന്റെ ഒരു വെളിച്ചത്തിലാണല്ലോ സജി ചെറിയാൻ ആ പരാമർശം പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ പിന്നെയും അത് വീണ്ടും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുടേത് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്നുള്ളതിനപ്പുറം എന്ത് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്നാണ് പറയുന്നത്? അവർ പറയുന്നു നിങ്ങൾ ഒപ്പമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പുകളിലായാലും എന്തിനേയും നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മറുപക്ഷത്ത് ഉള്ളത് എന്ന് പറയുന്നു. അല്ല, ഞങ്ങള് ഒപ്പം ഇല്ലല്ലോ, ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളൊപ്പമില്ലെങ്കിലും നേരിടാൻ തയ്യാറുണ്ടെന്ന് അവർ പറയുന്നത് തികച്ചും ബാലിശമായ ഒരു വാദമല്ലേ? പിന്നെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരള കോൺഗ്രസിനെ ആക്രമിക്കുക, കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം. അപ്പൊ തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെന്റിൽ അധികാരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ബഫർ സോണിന്റെ വിഷയത്തിലാണെങ്കിലും ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകളിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടുവരാൻ കേരള കോൺഗ്രസിന്റെ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുള്ളത് എല്ലാവരും അംഗീകരിക്കാനുള്ള യാഥാർത്ഥ്യമല്ലേ? ഓക്കെ.